നമ്മൾ ഇൻ്റർവെല്ലിലേക്ക് എൻറോൾ ചെയ്യാനുള്ള ഇത് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ, അതായത് ഔട്ട്സൈഡാണ്, ഖത്തറിലാണ് കുട്ടീനെ എൻറോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ജോയിൻ ചെയ്യിപ്പിക്കുമ്പം പിന്നെ ഏജ് ഒരു 2 months ഓവറാണ്. അപ്പം നമുക്ക് മര്യാദയ്ക്ക് അവിടെ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള ആ ഒരു ഇതില്ല. അവർക്കൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മന്ത് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ വരാത്തതുകൊണ്ട് കിട്ടിയില്ല. അപ്പം അപ്പോഴാണെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം. ആ ഒരു രീതിക്ക് കുട്ടിക്ക് ബേസിക് ഇല്ലാണ്ട് സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനും പറ്റില്ല. ആ ഒരു രീതിക്കാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴിയാണ് അറിയുന്നത് ഇൻ്റർവെല്ലിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ജിഹാന മാമിനെ കോൺടാക്ട് ചെയ്തു. ജിഹാന മാം ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന്. അപ്പം ജസ്റ്റ് ഒന്ന് ഡെമോ ക്ലാസ് ഫ്രീ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡെമോ ക്ലാസ്സിൽ തന്നെ നല്ലൊരു അടിപൊളി മാമായിരുന്നു ഉണ്ടായിരുന്നത്. ആളുടെ അടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുട്ടി ഇരിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടിക്ക് ക്ലാസ് ഇങ്ങനെ ഒരു അറ്റൻഷനായിട്ട് കിട്ടുന്ന രീതിയിൽ ഇരിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഒരു ഹരിബറി, ഒരു ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പാണ് കുട്ടി വരുന്നത്. അപ്പം നന്നായിട്ട് ഇരിക്കുകയും എൻജോയബിളായിട്ട് ക്ലാസ്സൊക്കെ കുട്ടിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിക്ക് ക്ലാസ് മുന്നോട്ട് പോയി. ഇപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു, ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ ഓറലായിട്ട് മാത്രമേ അവൻ അറിയണ്ടായിരുന്നുള്ളൂ മുന്നേ. പിന്നെ 2-3 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്നെല്ലാം ക്യാച്ച് ചെയ്ത് തുടങ്ങി കുട്ടി. ഇപ്പം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ക്ലാസ്സൊക്കെ. എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അവന് ഇഷ്ടമാണ്. ക്ലാസ് ഇല്ല എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ പ്രശ്നം. ഇപ്പോൾ മൺഡേ ടു തേഴ്സ്ഡേ ആണ് ക്ലാസ്സൊക്കെ വരുന്നത്. നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയേക്കുന്നത് ക്ലാസ്സൊക്കെ. ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ഈ ഒരു വർക്ക് ഷീറ്റ് ആണെങ്കിലും അതേപോലെ വീക്കെൻഡ് സെഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ എൻജോയബിളായിട്ട് ചെയ്യണമുണ്ട് കുട്ടി.